സഹോദരിയുടെ വീട്ടിൽ പീഠം വെച്ചത് താൻ തന്നെയാണെന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റി സമ്മതിച്ചു. പീഠമാണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് സഹോദരിയുടെ വാദം. ഒരു സാധനം ഇവിടെ വയ്ക്കാം, പുള്ളി വന്ന് എടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞു. ആ ഡ്രൈവർ അവിടെ ഇരുന്ന് തിരിച്ച് ഞാൻ ഇവിടെ വെച്ചാണ് ഇത് വാങ്ങിച്ചത്. ഭാരക്കുറവുള്ള ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. തലേ ദിവസം നാളെ ഞാൻ പോകും. അപ്പൊ എന്നാ ഒരു സാധനം ഇവിടെ വെക്കാം. ഹരി വേറെ ആരും അവിടെ ഇല്ല, അമ്മ മാത്രമല്ലേ ഉള്ളൂ, ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം എന്ന് പറഞ്ഞിരുന്നു. ഷീൽഡാണ് എന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ അയാൾ വരും, അപ്പൊ അയാൾ കൊണ്ടുപോകും. വേറൊരാൾ അയാൾ വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അന്ന് അവരും വന്നില്ല. പിറ്റേ ദിവസം വൈകുന്നേരം വിജിലൻസ് വന്നപ്പോ ഞാൻ ഉണ്ണിയെ വിളിച്ചപ്പോ അവൻ പറഞ്ഞു ആ സാധനം അങ്ങ് അവരെ ഞാൻ തന്ന സാധനം അവരെല്ലാം അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. അവര് എടുത്ത് പൊളിച്ചപ്പോഴാണ് ഇത്. അപ്പൊ ഇതാണെന്ന് പറഞ്ഞു. ഞാൻ എടുത്തങ്ങ് അപ്പോൾ തന്നെ ആ സാധനം അങ്ങ് എടുത്തു കൊടുത്തു. പക്ഷെ ഇത് സീൽ ചെയ്തിരുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വന്നില്ല. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ആകെ ട്വിസ്റ്റ് ആണല്ലോ, പീഠം കാണാനില്ല എന്ന് സ്പോൺസർ പറയുക, എന്നിട്ട് സ്പോൺസർ തന്നെ ആ പീഠം എടുത്ത് സഹോദരിയുടെ വീട്ടിൽ ഏൽപ്പിക്കുക. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? അസ്മൃതി, ഇതിനകത്ത് നമ്മൾ ഈ സഹോദരിയോടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയോടുമൊക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് സാധ്യതകളാണ് കാണുന്നത്. ഒന്നല്ലെങ്കിൽ ഇത് വാസുദേവന്റെ കയ്യിൽ ഉള്ള വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയില്ലായിരുന്നു. അതറിയാതെ താൻ ശബരിമലയ്ക്ക് അയ്യപ്പന് കൊടുത്ത ഈ പീഠം കാണാതായി. അത് താൻ അയ്യപ്പന് കൊടുക്കുകയും ചെയ്തു. അവിടെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ അതില്ല എന്ന സ്ഥിതി വന്നപ്പോൾ വളരെ ജെന്യൂനായി പരാതി ഉന്നയിച്ചതാകാനുള്ളതാണ് ഒരു സാധ്യത. മറ്റൊന്ന്, ഇതിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെതിരെ നിന്ന രാഷ്ട്രീയ പാർട്ടികൾ ബിജെപിയോ കോൺഗ്രസോ ഈ വിഷയം കൃത്യമായി അറിഞ്ഞ് ഈ പോറ്റിക്കും ഇത് അറിവോടുകൂടി ഇത് രാഷ്ട്രീയമായ നീക്കങ്ങളുടെ ഭാഗമായി നടത്താനുള്ള ഒരു സാധ്യത. ഈ രണ്ട് സാധ്യതകളാണ് ഇവരുടെ ബന്ധുക്കളോടും അന്വേഷണ ഉദ്യോഗസ്ഥരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൽ അല്പസമയം മുമ്പ് നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മ സുഭദ്രാദേവിയെ കണ്ടിരുന്നു. അവർ പറയുന്നത് 21-ാം തീയതി, അതായത് ഒരു 9 ദിവസത്തിന് മുമ്പ് വാസുദേവനും മകളും കൂടി തന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വീട്ടിലുണ്ടായിരുന്നു. ഈ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് പോറ്റിയോട് പറയാൻ മറന്നുപോയതാണ്, ഇപ്പോൾ കോടതിയിൽ കേസും മറ്റും വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ഓർത്തത് എന്ന് പറഞ്ഞു. ആ സമയത്ത് പോറ്റി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിലേക്ക് ഇത് നമുക്ക് കൊടുക്കാം, തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തെത്തി ഇത് കൈമാറാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൈമാറുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും കേസിലും ജയിലിലും പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെ പോറ്റി ചെയ്യുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് വാസുദേവൻ പറഞ്ഞു. അതുകൊണ്ട് മാത്രം പോറ്റി അവിടെ കൊടുക്കാതിരുന്നതാണ് എന്നാണ് അമ്മ സുഭദ്ര പറഞ്ഞത്.